ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്നലെ വിപണിയെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞ ഓപ്പണിംഗ് അവേഴ്സിൽ തന്നെ പറഞ്ഞായിരുന്നു ഒരു കോഷ്യസ് ഒപ്റ്റിമിസം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കണം നമ്മൾ എടുക്കണം എന്നുള്ളത്. ഏതായാലും മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു പോസിറ്റീവായ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത് തുടർന്ന് തന്നെ ഒരു പോസിറ്റീവായ ഒരു സ്റ്റാർട്ട് മാർക്കറ്റ് ഇന്നലെ എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് മാർക്കറ്റ് ഏതായാലും ഒരു ഫസ്റ്റ് സെഷനിൽ ഒരു മുന്നേറ്റമൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് മാർക്കറ്റ് ആ നില സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് നിഫ്റ്റി 50-ൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 25,877 എന്നൊരു നിലയിൽ 9 പോയിന്റിൻ്റെ ഇടിവാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നിഫ്റ്റി 50-ൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും രേഖപ്പെടുത്തുന്നത്. 58,077 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ ഒരു സെക്ടറൽ പെർഫോമൻസുകളൊക്കെ നോക്കുമ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് കാണുന്നത് ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത്. IT ഫ്ലാറ്റ് ഇടിവിലാണ്, മീഡിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ FMCG ഇന്ന് 1% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കൂടാതെ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ഇടിവിലാണ്, ഫാർമയും ഇൻഡെക്സ് ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. എന്നാൽ മെറ്റൽ ഇന്ന് 1.4% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഓട്ടോയിൽ ഫ്ലാറ്റ് ഇടിവുണ്ട്. റിയൽറ്റിയും ഇപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു വിപണിയിലായിട്ട് നമ്മൾ വരുമ്പോൾ ഏതായാലും നമുക്കിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഓയിൽ ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ അമേരിക്ക റഷ്യയിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനികൾക്കെതിരെ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നൊരു വാർത്തയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും അതിനെ തുടർന്നൊക്കെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതെങ്ങനെയായിരിക്കും വിപണിയെ സ്വാധീനിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സുരേഷ് സാർ, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് തുടങ്ങിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ ഉപരോധ വാർത്ത ഏതായാലും വന്നിട്ടുള്ളത്. ഏതായാലും അതിനെ തുടർന്ന് നമുക്ക് ആ ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്യാതെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇപ്പോഴൊരു മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നാളെ എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടാതെ ട്രംപുമായിട്ടൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള രീതിയിലുള്ള വാർത്തകളുമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഓയിലുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വാർത്ത ഇന്ത്യ എത്തരത്തിലായിരിക്കും നമുക്ക് ബാധിക്കാനുള്ളൊരു സാധ്യത ഇനിയുള്ളത്? വിഷ്ണു, ആദ്യം തന്നെ ഒരു ന്യൂസ് ഇപ്പോൾ വരുന്നത്, അതായത് നമ്മുടെ ഫെഡറൽ ബാങ്കിൽ, കേരള ബേസ്ഡ് ബാങ്ക് ആണല്ലോ ഫെഡറൽ ബാങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റി ഒരു മൈനോറിറ്റി സ്റ്റേക്ക് എടുക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 6,200 കോടിക്കാണ്, അതായത് വാറണ്ടാണ്, 27 കോടി വാറണ്ടാണ്, 227 രൂപ അപ്പീസ്, അതായത് ഒരു പീസ് എന്നാണ് നമ്മൾ പറയുന്നത്, അപ്പീസ് എന്നാണ് പറയുന്നത്. 227 രൂപയ്ക്ക് 27 കോടി വാറണ്ടാണ് ഫെഡറൽ ബാങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോട്ടൽ ഡീൽ സൈസ് 6,200 കോടി. അപ്പോൾ ഈ വാറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ തന്നെ 25% നമ്മൾ അപ്ഫ്രണ്ട് കൊടുക്കും. അത് കഴിഞ്ഞ് വാറണ്ട് എക്സസൈസ് ചെയ്ത് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി 75% കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് അതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് ഒന്ന് തുടങ്ങുന്നു എന്ന് മാത്രം. അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ മാർക്കറ്റ് 300, നമ്മൾ ഈ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങുമ്പോൾ 300 പോയിന്റ് നിഫ്റ്റി അപ്പായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ ഒന്ന് കോഷ്യസ് ഓപ്റ്റിമിസമോടുകൂടി ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം ഈ ഡീലിനെ കുറിച്ചൊക്കെ ഉള്ളൊരു സംസാരം വന്നല്ലോ. അതായത് ഇന്ത്യയും US ഒരു റിപ്പോർട്ട് എവിടെയോ വന്നു 15% കുറച്ചേക്കാം, അതിൻ്റെ പേരിലാണ് ഇത്രയും ഒരു ഹൂപ്ല മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. അത് നടന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അത് 15 ആയിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല, 15 ആണോ 19 ആണോ 20 ആണോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇവൻ ദെൻ ഇത് നടക്കും. ഞാനാണ് വ്യക്തിപരമായിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ നടക്കും എന്ന് നമ്മൾ ദീപാവലി സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മളിത് ഈ ആഴ്ച തുടക്കം മുതൽ നമ്മളിത് പറയുന്നുമുണ്ട് എന്നുള്ള കാര്യം വാസ്തവം. പക്ഷേ ഇത് തന്നെയായിരുന്നു കാരണം മാർക്കറ്റിന് ലാസ്റ്റ് ഒരു മന്തായിട്ട് കയറാനായിട്ടുള്ള കാരണം. ആ ഒരു പുൾ ബാക്ക് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. FISൻ്റെ ഷോർട്ട് കവറിങ് ഒരു എന്താ പറയുക, നല്ല ക്ലീൻ ആയിട്ട് പ്ലേ ഔട്ട് ചെയ്തു. കഴിഞ്ഞ മാസം FIS 94% ഷോർട്ടായിരുന്നെങ്കിൽ ആ ഷോർട്ട് കവർ ചെയ്ത് 83% കുറഞ്ഞു. അതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ് റാലി നടന്നു. ഏതാണ്ട് FIS ക്യാഷ് മാർക്കറ്റിൽ 2,000 കോടിയുടെ ബൈയിങ് നടന്നു. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ Q2 ഏർണിങ്സ് ഒന്നും വന്നില്ല. ഈ വക കാരണത്താൽ തന്നെ നമ്മൾ ഇന്നലെ ഷോ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മൾ ഒട്ടും കംഫർട്ടല്ല ഇന്നത്തെ 300 പോയിന്റ് മൂവിൽ എന്ന് പറഞ്ഞ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നു നമുക്കറിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ ഭാഗ്യം മാത്രമാണെന്നേ ഉള്ളൂ. ബട്ട് മാർക്കറ്റിൽ കംഫർട്ടബിൾ അല്ല, ഒരു കോഷ്യസ് ഓപ്റ്റിമിസം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ പ്ലേ ബുക്ക് വന്നിരുന്നു എന്നുള്ള നമ്മൾ പറയാനായിട്ടുള്ള ഒരു കാരണവും ഇന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്തും എല്ലാ മാധ്യമങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും എല്ലാ പത്രങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഓയിലിൻ്റെ ആ എക്കണോമിക്സ് ആണ് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇരിക്കാനായിട്ട് കാര്യം നമ്മളത് ഇന്നലെ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. നമ്മുടെ വ്യൂവേഴ്സിന് അതിൻ്റെ കോഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ള. ഏതായാലും നമുക്ക് ആ കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പേ ഓയിലിൻ്റെ ഇഷ്യൂസൊക്കെ
ഓയിൽ എക്കണോമിക്സ് ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഹാൻഡ് ഓവറിൽ കൂടെ തന്നെ പോവാം. ഹാൻഡ് ഓവർ നോക്കുമ്പോൾ ഡൗ ജോൺസ് ഇന്നലെ വളരെ പോസിറ്റീവ് ആയിരുന്നു. അത് US സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ പോസിറ്റീവ് ആയിരുന്നു. ഡൗ ജോൺസ് 0.31% അപ്പായിരുന്നു. S&P 500 0.58% അപ്പായിരുന്നു. നാസ്ഡാക്ക് 0.89% അപ്പായിരുന്നു. അവിടെ ടെക് റാലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള, അതായത് ഓറക്കിളിലും എൻവിഡിയയിലും ഒക്കെ നല്ല രീതിയിലുള്ള ബൈങ് വരുന്നു. ഇന്നലെ ഇന്റൽ ഏതാണ്ട് 7%. അപ്പോൾ അവിടുത്തെ ആ ഒരു AI കേപ്പബിലിറ്റി, ആ ടെക് ട്രേഡ് എന്ന് പറയുന്നത് US മാർക്കറ്റിനെ ഹയർ ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അത് മിറർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എനിക്കൊന്ന് 22-23 ദിവസമായി US-ൻ്റെ ഈ ഷട്ട് ഡൗണിലേക്ക് കടന്നിട്ട് പല മേജറായിട്ടുള്ള ഡേറ്റാസും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് അവരെന്തായാലും ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വെള്ളിയാഴ്ച ഇറക്കും. കാര്യം അത് FOMCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലീവിന് പോയുള്ള കുറച്ച് എംപ്ലോയീസിനെ തിരിച്ചു വരുത്തി ആ പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ട് നടക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും FOMC മിക്കവാറും റേറ്റ് കട്ട് ചെയ്യുന്നത്. US മാർക്കറ്റ് ഇപ്പോൾ പ്രൈസ് ഇൻ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇൻഫ്ലേഷൻ ഡേറ്റ എന്തോ ആയിക്കോട്ടെ, മാർക്കറ്റ് ഈസ് പ്രൈസിങ് ഇൻ 25 basis points കട്ട് ഇൻ ദ നെക്സ്റ്റ് FOMC മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ഇത്രയും ഷട്ട് ഡൗൺ വന്നിട്ടും ഈ റിപ്പോർട്ട് CPI ഇൻഫ്ലേഷൻ ഡേറ്റ പബ്ലിഷ് ചെയ്യാനായിട്ട് US-നെ ആ ഒരു പ്രേരിപ്പിക്കുന്ന ഒരു കാരണം എനിക്ക് തോന്നുന്നു. അപ്പം US മാർക്കറ്റിൽ എവറിത്തിങ് വെൽ ആൻഡ് ഫൈൻ. അപ്പോൾ അവിടെ നിന്നുള്ള ഹാൻഡ് ഓവറിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 10-year ബോണ്ട് ഈൽഡ് എനിക്ക് തോന്നുന്നു ഈ ഓയിലൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ഓവർനൈറ്റ് 5% കയറിയല്ലോ. അതൊക്കെ കാരണം എനിക്ക് തോന്നുന്നു 10-year ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. 4% മുകളിലായിട്ടുണ്ടെന്നെങ്കിലും നമുക്കൊരു അലാമിംഗ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമുക്ക് അതും തരുന്നില്ല എന്നുള്ള. ഇപ്പോൾ ഗോൾഡും സിൽവറും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അതേ ലെവലിലൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഡോളർ ഇൻഡെക്സിലും വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിൻ്റെ ഭൂരിഭാഗം സാധനങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിനെ നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസും നമുക്കില്ല. എക്സെപ്റ്റ് വൺ തിങ്, അത് വിഷ്ണു പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അത് വേറെ ഒന്നുമല്ല, ഈ ഓയിൽ പ്രൈസിൻ്റെ മൂവ് തന്നെയാണ് എന്നുള്ളതാണ്. ഓയിൽ എനിക്ക് തോന്നുന്നു ഓവർനൈറ്റ് ഏതാണെന്ന് 5% മൂവ് അങ്ങാണ്ടായിട്ട് $65 പെർ ബാരൽ എന്നുള്ള രീതിയിലായിരിക്കുന്നു. എന്താണ് കാരണം? വേറെ ഒന്നുമല്ല, US രണ്ട് റഷ്യൻ കമ്പനിക്ക് മേൽ വച്ചിരിക്കുന്ന ഒരു സാങ്ഷനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിത് ഇന്നലെയും പറഞ്ഞു വച്ചിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു റോസ്നെഫ്റ്റിനും ലൂക്ക് ഓയിലിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ താരിഫ് വച്ചിരിക്കുന്നത് എന്നുള്ള. നമുക്കിപ്പോൾ അതിൻ്റെ എക്കണോമിക്സ് ആണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ ഈ ആഴ്ച അല്ലെങ്കിൽ ഇനി 2 വരാൻ പോണ ദിവസം, അതായത് ഈ ഓയിൽ എക്കണോമിക്സ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ക്രൂഡാണ് അല്ലേ. നമ്മുടെ 85% ഓഫ് ക്രൂഡ് റിക്വയർമെൻറ്റും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ക്രൂഡ്. അവിടെയാണ് ഒരു പ്രൈസ് റൈസ് വന്നേക്കണേ. 5% കയറിയുള്ളൂ. 65 എന്ന് പറയുന്നത് അത്ര വലിയ ഇതല്ല. ഒരു 70-71 വരെയൊക്കെ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ പോകും. പക്ഷേ എന്തുകൊണ്ട് കയറി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതലും ഓപ്പണിംഗ് അവേഴ്സ് ആ ഒരു പോയിന്റിലാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കാം, റഷ്യൻ എക്കണോമിയുടെ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ട് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ എനർജി ആണെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ റഷ്യൻ എക്സ്പോർട്സ്, അതായത് റഷ്യൻ ഓയിൽ എക്സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമർ എന്ന് പറയുന്നത് ചൈന, ഇന്ത്യ, പിന്നെ ഒരു ചെറിയ രീതിയിൽ ടർക്കിയും ചെറിയ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ മേജർ 2 പേരെന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയും ആണെന്നുള്ള. അപ്പോൾ ഇതാണ് ആ ഇക്വേഷൻ അവിടെ നിൽക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇവിടെ US അഡ്മിനിസ്ട്രേഷൻ 2 കമ്പനികൾ, അതായത് റഷ്യയിലെ 2 കമ്പനികൾ, ഒന്ന് റോസ്നെഫ്റ്റ്. ഈ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾഡ് കമ്പനിയാണ്, അതായത് റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കമ്പനിയാണ്. അത് ആക്ച്വലി ഹെഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഒരു ക്ലോസ് അലൈ, ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇഗോർ സെഷിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിനെ ഹെഡ് ചെയ്യുന്നത്. ലൂക്ക് ഓയിൽ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഓൺഡ് ഫേം ആണ് എന്നുള്ളത്. അപ്പോൾ ഈ 2 കമ്പനി റോസ്നെഫ്റ്റും ലൂക്ക് ഓയിലും റഷ്യയെ സംബന്ധിച്ച് ഏതാണ്ട് ബൾക്ക് ഓഫ് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതും ഈ 2 കമ്പനിയാണ്. പകുതിയിലധികമെന്നാണ് എനിക്ക് തോന്നുന്നത്. പകുതിയിലത് ബൾക്ക് എന്ന് തന്നെ പറയാം. അതായത് എനിക്ക് തോന്നുന്നു റഷ്യയുടെ ക്രൂഡ് പ്രൊഡക്ഷൻ്റെ 50% തന്നെ റോസ്നെഫ്റ്റ് ആണ്. അതായത് സ്റ്റേറ്റ് റൺ കമ്പനിയാണ്, അവരാണ് റോസ്നെഫ്റ്റ് ചെയ്യണത് എന്നുള്ള. അതായത് ടുഗെദർ റോസ്നെഫ്റ്റും ലൂക്ക് ഓയിലും കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു 3.1 മില്യൺ ബാരൽ പെർ ഡേ ആണ് അവർ എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ള. ഒന്നാമത്തെ കാര്യം, ഈ റഷ്യൻ ഓയിൽ എന്ന് പറയുന്നത് ഗ്ലോബൽ ഓയിലിൻ്റെ 6% ആണ് റഷ്യൻ ഓയിൽ. അതിൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന, ബൾക്ക് ഓഫ് ദ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ 2 സാങ്ഷൻ ചെയ്ത കമ്പനിയാണ്. അതിൽ റോസ്നെഫ്റ്റ് മാത്രം 50% ഓഫ് റഷ്യൻ ക്രൂഡ് പ്രൊഡക്ഷനും കൂടെയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ റഷ്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ 2 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ
ട്രംപിനാണെങ്കിൽ US പ്രസിഡന്റ് ട്രംപിനാണെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള വാർ നിർത്തലാക്കണം. അത് നോബൽ പ്രൈസിന് വേണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ യുക്രൈനായിട്ട് ഒരു റെയർ എർത്ത് മിനറൽസിൻ്റെ ഡീൽസിന് വേണ്ടി ആയിക്കോട്ടെ, എന്തോ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റുകാർ അവർ ഡിപ്ലോമാറ്റിക് അറീനയിൽ അവർ പറയുന്നത് ഈ വാർ നിർത്തണം എന്നാണ് അവരുടെ ആഗ്രഹം. എന്ത് ചെയ്തിട്ടും ആ മീറ്റിംഗ് നടക്കുന്നില്ല. ട്രംപ് പല രീതിയിൽ പല വിധത്തിൽ ട്രൈ ചെയ്തിട്ടും അത് നടന്നില്ല എന്നുള്ള. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്താ? റഷ്യനെ എക്കണോമിക്കലി മിലിറ്ററിയുമായിട്ട് പ്രഷർ ചെയ്യുക. അപ്പോൾ റഷ്യയുടെ മേജർ ഇൻകം ആണല്ലോ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്സ്. അതിനെ ഒന്ന് ചോക്ക് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യ ഒന്ന് നിന്നു പോകും എന്നുള്ള, അതായത് റഷ്യ ഒന്ന് മുട്ടുമടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. കാര്യം അവർ പറയുന്നത് വെച്ചാൽ ഈ റോസ് നെഫ്റ്റും ലൂക്കോയിലും കൂടെ ചേർന്നാണ് റഷ്യയുടെ വാർ മെഷീൻ ഫണ്ട് ചെയ്യുന്നത്. അതായത് റഷ്യയ്ക്ക് യുക്രൈനായിട്ടുള്ള വാർ ഫണ്ട് ചെയ്യാൻ 2-3 കൊല്ലം ഒരു യുദ്ധം ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഇതിൻ്റെ റവന്യൂ വരുന്നത്? ഈ റവന്യൂ ഈ മിലിറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യണം, വെപ്പൻസ് വേണം, ആർമറി വേണം, അവർക്കുള്ള ഫുഡ് സപ്ലൈസ് വേണം, എസെൻഷ്യൽ സപ്ലൈസ് വേണം, രാജ്യത്തിനെ നടത്തിക്കൊണ്ടുപോകണം. ഇതിനെല്ലാം കൂടെ ഫണ്ട് കിട്ടുന്നത് റഷ്യയ്ക്ക് ഈ ഓയിൽ ട്രേഡിൽ കൂടെയാണ്. എസ്പെഷ്യലി കോവിഡിന് ശേഷം, എസ്പെഷ്യലി ഈ വാർ തുടങ്ങിയതിന് ശേഷം റഷ്യ ഡിസ്കൗണ്ട് ഓയിലായിട്ട് കൊടുത്ത് ചൈനയും ഇന്ത്യയും അങ്ങ് മേടിച്ച് കൂട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈമറി സോഴ്സായ നെർവ് സെൻറ്ററിനെ ഒന്ന് അടിച്ചിടുകയാണെങ്കിൽ റഷ്യ ഒന്ന് ബാക്കിലോട്ട് പോകും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഈ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഈ സാങ്ഷൻസ് തീർച്ചയായിട്ടും റഷ്യയെ എക്കണോമിക്കലി പ്രഷർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം അറിയോ? ശരിക്കും നമുക്ക് മേലൊരു 25% ടാരിഫ് വെച്ചല്ലോ. വാട്ട് ഇസ് ദാറ്റ്? സെക്കൻഡറി ടാരിഫ്. സെക്കൻഡറി ടാരിഫ് എന്ന് പറയാൻ കാര്യം എന്താ? നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിക്കണ കാരണം. നമ്മൾ അന്നും പറഞ്ഞു എന്തുകൊണ്ട് ട്രംപ് റഷ്യക്ക് വെക്കുന്നില്ല? പ്രൈമറി ടാരിഫാണ് റഷ്യക്ക് മുകളിൽ വെക്കേണ്ടത്. എന്നാൽ റഷ്യക്ക് വയ്ക്കാതെ നമ്മുടെ മുകളിൽ സെക്കൻഡറി ടാരിഫ് ആദ്യം വെച്ചു. പ്രൈമറി ടാരിഫാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് കൂടാതെ റഷ്യയുടെ കൂടെ US-ൻ്റെ കൂടെ യൂറോപ്യൻ യൂണിയനും കൂടെ സാങ്ഷൻസിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ റഷ്യയുടെ, അതായത് ഈ യൂറോപ്യൻ യൂണിയൻ ബ്ലോക്കിലെ ചില രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ലിക്വിഡ്ഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് റഷ്യ യൂറോപ്യൻ യൂണിയൻ മേൽ ഈ പറയുന്ന പോലെ ചെയ്യുന്നില്ല? ഈവൻ ഇന്ത്യ ചോദിച്ചു, US തന്നെ യുറേനിയം ഇമ്പോർട്ട് ചെയ്യുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് അത് വയ്ക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ വേറെ പൊളിറ്റിക്സ്, നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവരും ഈ റഷ്യയിൽ നിന്നുള്ള LNG ഇമ്പോർട്ട് മറ്റുള്ള യൂറോപ്യൻ യൂണിയനിലെ പല ബ്ലോക്ക് കൺട്രീസും ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. അതുമാത്രമല്ല, ഒരു പോർട്ട് ബാനും കൊണ്ടുവന്നു. അതായത് റഷ്യയുടെ ഷിപ്പിൻ്റെ ഫ്ലീറ്റ് ഉണ്ടല്ലോ, അതിന് ഒരു പോർട്ട് ബാനും കൂടെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം. ഈ റഷ്യയ്ക്ക് ഒരുപാട് ഷാഡോ ഫ്ലീറ്റ് ഉണ്ട്. ഈ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഫ്ലീറ്റ് എന്ന് നമ്മൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ പറയണമെന്ന് വെച്ചാൽ, ഈ സാങ്ഷൻ ചെയ്തിരിക്കുന്ന കൺട്രീസ് ചില ഷിപ്പുകൾ ഉപയോഗിച്ച്, ആ ചില ഷിപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഇല്ലാത്ത, ഇൻഷുറൻസ് ഇല്ലാത്ത ഷിപ്പുകൾ, നമ്മളതിനെ ഗോസ്റ്റ് ഷിപ്പുകൾ എന്നാണ് പറയുന്നത്. ആ ഷിപ്പുകൾ ഉപയോഗിച്ചാണ് ഈ സാങ്ഷൻഡ് ഓയിൽ ലോകത്ത് ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചാർട്ടർ ചെയ്യണ ലോകമെമ്പാടും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരു ലീഗലായിട്ടുള്ള ട്രേഡാണല്ലോ. ഇതങ്ങനെയല്ല. നമ്മൾ പറയില്ലേ, രജിസ്ട്രേഷൻ ഇല്ലാത്ത കാറ്, ഇൻഷുറൻസ് ഇല്ലാത്ത കാർ ഉപയോഗിച്ച് കടത്തുക എന്ന് പറയും പോലെ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോസ്റ്റ് ഷിപ്സിലാണ് അത് ചെയ്യുന്നത്. ഗോസ്റ്റ് ഷിപ്സ് എന്നാണ് സാധാരണ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിലാണ് ഈ സാധാരണ സാങ്ഷൻഡ് ആയിട്ടുള്ള ഓയിലിൻ്റെ ട്രേഡ് നടക്കുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള സാങ്ഷൻഡ് ആണ്, ഇറാനിൽ നിന്നുള്ള ചില സമയത്ത് സാങ്ഷൻഡ് ആണ്, വെനിസ്വേലയിൽ നിന്നുള്ള സാങ്ഷൻഡ് ആണ്. ഈ ട്രേഡൊക്കെ നടക്കുന്നത് അങ്ങനത്തെ ഒരു ഗോസ്റ്റ് ഷിപ്പിലാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഫ്ലീറ്റ് എന്നുള്ള. അതിനും റെസ്ട്രിക്ഷൻസ് 100ഓളം ഷിപ്പുകൾക്ക് ഇതെന്ന് പറയുക ഒരു പോർട്ട് ബാനും കൂടെ EU കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അപ്പം 4 സൈഡിൽ നിന്നും റഷ്യയെ പിൻ ഡൗൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതെന്തായാലും വലിയൊരു ചോക്കിംഗ് ഒരു ഗ്ലോബൽ ഓയിൽ സപ്ലൈ ചെയിനിൽ നടക്കും എന്നുള്ള കാര്യം ക്ലിയറാണ്. അപ്പോൾ റഷ്യയ്ക്ക് ഈ മേൽ സമ്മർദ്ദം വന്ന് റഷ്യയുടെ ഓയിൽ മറ്റുള്ള രാജ്യങ്ങൾ മേടിക്കാതിരുന്നാൽ എന്താണ് ഗ്ലോബൽ ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഇന്ത്യൻ കമ്പനീസിൻ്റെ ഇമ്പാക്റ്റ്. ആദ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ റഷ്യയുടെ മേജർ ബയറായിട്ട് വരുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ 85% ക്രൂഡ് റിക്വയർമെൻറ്റ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ്. അതിൽ 30 തൊട്ട് 40% വരെ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 35-36% വരെ നമ്മുടെ റഷ്യനിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ചൈന എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.5 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിഗസ്റ്റ് എന്ന് പറയുന്നത് ചൈന 1, 2 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇന്ത്യ എന്നാണ്. അപ്പോൾ ഈ സാങ്ഷൻസ് വരികയാണെങ്കിൽ
എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്? അപ്പോൾ സാങ്ഷൻസ് വരികയാണെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇന്ത്യക്കും എന്ന് പറയുന്നതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ചൈനയ്ക്കും ഇന്ത്യക്കും റഷ്യയിൽ നിന്ന്, അതായത് റോസ് നെഫ്റ്റിൽ നിന്നും ലൂക്കോയിൽ നിന്നും അവർ മേടിക്കുന്ന എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നിർത്തിയിട്ട് മറ്റുള്ള ലോകരാജ്യങ്ങൾ, അതായത് OPEC പ്ലസ് കൺട്രീസിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് മിഡിൽ ഈസ്റ്റ് ആയിരിക്കും കൂടുതൽ, സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, വെസ്റ്റ് ആഫ്രിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിങ്ങനെ രാജ്യങ്ങളെ ഈ രണ്ട് രാജ്യങ്ങൾക്കും, അതായത് ചൈനയ്ക്കും ഇന്ത്യക്കും ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് വരാനുള്ള കാര്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യക്കായാലും ചൈനയ്ക്കായാലും ഒരു ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം റഷ്യയ്ക്ക് ഈ വാർ ഫണ്ട് ചെയ്യാൻ തന്നെ ഓയിൽ എക്സ്പോർട്ട് വളരെ അനിവാര്യമായതുകൊണ്ട് അവർ ക്രൂഡ് ലോക ട്രേഡിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഡിസ്കൗണ്ട് ആയിട്ടാണ്. ചൈനയും ഇന്ത്യയും അതിൽ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തു. നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു 2022-23 കാലഘട്ടത്തിൽ കിട്ടിയിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്നപ്പോൾ ഏതാണ്ട് $5 പെർ ബാരലിൽ താഴെ ഡിസ്കൗണ്ട്, $2, $3 ഒക്കെ ആയി. ഇപ്പോൾ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ഇനി ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന്, നമുക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാം. റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യണം നിർത്തുകയാണെങ്കിൽ നമ്മളിനി അറബ് ലൈറ്റ് ഓയിൽ അല്ലെങ്കിൽ ഇറാഖി ബസ്ര ഓയിൽ ക്രൂഡിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേണ്ടി വരും എന്നുള്ളതാണ്. ചൈനയാണെങ്കിൽ മേ ബി ഇറാൻ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെയ്യും. അപ്പോൾ അതായത് ഇതിനകത്തുനിന്ന് പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കൺസ്യൂമർ എന്ന് പറയുന്നത് US ആണ്, രണ്ടാമത്തെ ചൈനയാണ്, മൂന്നാമത്തെ ഇന്ത്യയാണ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും രാജ്യം വേറെ രീതിയിലേക്ക് അവരുടെ സപ്ലൈ ചെയിൻ മാറ്റുമ്പോൾ എന്താണ്, അതായത് റഷ്യൻ ക്രൂഡ് മാറ്റിവെച്ച് മറ്റുള്ള സ്ഥലത്തേക്ക് ഡിപ്പെൻഡ് ചെയ്യും. അതായത് റഷ്യൻ ക്രൂഡ് മാർക്കറ്റിലേക്ക് വരുന്നത് കുറയും. ഇന്ത്യയും ചൈനയും അവരുടെ ബൈയിങ് റഷ്യയിൽ നിന്ന് മാറ്റി മറ്റുള്ള OPEC പ്ലസ് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ കൺട്രീസ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ക്രൂഡിൻ്റെ ഗ്ലോബലി പ്രൈസസ് ചിലപ്പോൾ ഒരു സ്പെക്കുലേഷൻ $10 അല്ലെങ്കിൽ $15 പെർ ബാരലായിട്ട് ഉയരാം. അതായത് $75 പെർ ബാരൽ ആവാം, $80 പെർ ബാരൽ ആവാം എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ഇന്ന് ഗ്ലോബൽ എക്കണോമി സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ക്രൂഡിൻ്റെ പ്രൈസ് കയറുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, മിക്ക രാജ്യങ്ങൾക്കും, ഞാൻ ഇന്ത്യയുടെ മാത്രം എടുത്ത് പറയാം, എന്തെല്ലാം രീതിയിൽ എഫക്റ്റ് ചെയ്യും? ക്രൂഡ് പൊങ്ങിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കയറി കഴിഞ്ഞാൽ RBIക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്ത് ചിലപ്പോൾ ടൈറ്റൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. കറൻസിയെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഇൻ റിട്ടേൺ ഇക്വിറ്റി മാർക്കറ്റ്സിനെയും അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വാൺ ചെയ്തത് ഇക്വിറ്റി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചതെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് ഇന്ത്യൻ കമ്പനീസ്, അതായത് ഇന്ത്യൻ റിഫൈനിങ് കമ്പനീസിന് അവർക്ക് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ 10 ബാരൽ പെർ ഡേ, അതായത് ഇന്ത്യ ഇപ്പോൾ പേ ചെയ്യുന്നത് ഏതാണ്ട് 10 ബാരൽ കൂടുതലാണെന്ന് വയ്ക്കുക. അതായത് 10, അതായത് ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് മാറ്റി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു കോസ്റ്റ് ഇൻക്രീസ് വരികയാണ്. കോസ്റ്റ് ഇൻക്രീസ് ഗ്ലോബൽ ക്രൂഡിൽ വരികയാണ് 10 to 15%. ക്രൂഡ് 75 ആയി 80 ഒക്കെ ആയി പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഇമ്പാക്റ്റ് നമുക്ക് നോക്കാം. അതായത് നമുക്ക് $10 പെർ ബാരലിന് കയറുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം 5 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് ഇന്ത്യക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് അവേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് $15 മില്യൺ പെർ ഡേയുടെ എക്സ്ട്രാ ഇമ്പാക്റ്റ് ആണ് വരുന്നത്. 50 മില്യൺ പെർ ഡേ, $15 മില്യൺ. ഒരു കൊല്ലത്തേക്ക് നോക്കുകയാണെങ്കിൽ $18 ബില്യൻ്റെ ഇമ്പാക്റ്റ് ആണ്. ക്രൂഡ് ഒരു $10 $15 കയറുകയാണെങ്കിൽ, അതായത് ഞാൻ $10 കയറുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് പറയുന്നത്. $50 മില്യൺ ഒരു ദിവസം, $18 ബില്യൺ ഒരു കൊല്ലം, അതായത് ആൻ ഇമ്പാക്റ്റ് ഓഫ് 1.5 lakh crore ഓൺ ഇന്ത്യൻ എക്കണോമി ഇൻ 1 സിംഗിൾ ഇയർ. ക്രൂഡ് $10 കയറുകയാണ്. ഇതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സാധാരണ പുടിൻ തന്നെ പറഞ്ഞു, അതായത് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് US-ൻ്റെ ഈ സാങ്ഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഒരു മാസം മുമ്പേ ഇന്ത്യ റഷ്യൻ ഓയിൽ നിർത്തി US-ൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇമ്പാക്റ്റ് $9 to $10 ബാരൽ ആയിരിക്കും ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് വളരെ വലുതാണ് ക്രൂഡ് കയറുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ സംഭവിച്ചെന്നുള്ള. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇന്ത്യ ഫേവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ വെച്ചാൽ ഇന്ത്യയുടെ ഇപ്പോൾ ഈ ക്രൂഡ് ഇമ്പോർട്ട് ബാസ്ക്കറ്റ് ഭയങ്കര രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആണ്. വളരെ വലിയ ഹൈ ആയിട്ട് നിന്ന് റഷ്യൻ ഇമ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞു, 35 ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ഡിസ്കൗണ്ടും കുറഞ്ഞ കാരണം അത് വെൽ ഡൈവേഴ്സിഫൈഡ് ആണെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഈ
പറയുന്ന പോലെ ഓപെക് നമ്മൾ പറഞ്ഞല്ലോ ഒരു മാസം മുമ്പേ, ഓപെക് പ്ലസ് ഭയങ്കരമായിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്തോണ്ട് ഇതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ക്രൂഡ് വെറും 5% മാത്രം കയറിയത്. ഈ സിറ്റുവേഷൻ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്രൂഡ് കയറിയനെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഈ ടാരിഫ്, ഇന്ത്യയും US-ഉം തമ്മിലുള്ള ടാരിഫ്, അതിൽ എന്തെങ്കിലും നല്ല ന്യൂസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മോശം ന്യൂസ് വരികയാണെങ്കിൽ അത് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മിഡ് ക്യാപ് കമ്പനീസിനെയും സ്മോൾ ക്യാപ് കമ്പനീസിനെയും SME കമ്പനീസിനെയാണ്. കാര്യം എന്താ? ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വന്ന സാധനങ്ങൾ എന്താ? ഷ്രിംപ് എക്സ്പോർട്ട്, ജെംസ് ആൻഡ് ജുവലേഴ്സ്, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, ഓട്ടോമൊബൈൽ ആക്സസറീസ്, ഇതൊക്കെയാണ്. എന്നാൽ നമ്മുടെ നിഫ്റ്റി സ്റ്റോക്സിനൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും US ടാരിഫ് കൊണ്ട് വന്നിട്ടില്ല. നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്ന ബാങ്ക്, ഇറ്റ്സ് എ ഡൊമസ്റ്റിക് ബിസിനസ്. റിലയൻസ് മെയിൻലി US ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഫാർമ കമ്പനീസ്, ജനറിക്സിന് യാതൊരു പ്രശ്നം വന്നിട്ടില്ല, ബ്രാൻഡഡും പേറ്റഡും മാത്രമേ ഉള്ളൂ. ഐ ടി കമ്പനീസിനെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് അണ്ടർ പെർഫോമൻസ് ആണ്. H1B വിസ ആണെങ്കിലും മാർജിനൽ ഇമ്പാക്റ്റ് ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. ഓട്ടോമൊബൈൽ കമ്പനീസ്, മോസ്റ്റ് ഓഫ് ദ ഓട്ടോമൊബൈൽ കമ്പനീസ് ആർ ഡൊമസ്റ്റിക് ബിസിനസ്. അപ്പം നിഫ്റ്റി കമ്പോണൻസ് ഉള്ള പല കമ്പനികൾക്കും US-ന്റെ ടാരിഫ് കൊണ്ട് ഇമ്പാക്റ്റ് ഇല്ല. ബട്ട് അങ്ങനെയല്ല, ഓയിൽ കയറി തട്ടുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ തട്ടും. ഇന്ത്യൻ എക്കണോമിയെ തട്ടിക്കഴിയുന്നത് മാത്രമല്ല, റിഫൈനേഴ്സ് ആയുള്ള റിലയൻസ്, സ്റ്റേറ്റ് ഓൺഡ് റിഫൈനേഴ്സ് ആയിട്ടുള്ള IOCL, BPCL, HPCL ഒക്കെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിഫ്റ്റിയെ തട്ടണ ഒരു ഇഷ്യൂ തന്നെയാണ്. ഈ വാർത്തയെ തുടർന്ന് 3% ഇടിവ് ഈ ഓഹരികളിലൊക്കെ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ സാങ്ഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സാങ്ഷൻസ് കാരണം ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് വരാൻ പോകുന്ന ഒരു ഇമീഡിയറ്റ് ഇഫക്റ്റ് തന്നെ 23,500 കോടി നേരിട്ട് തന്നെ ഹിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് ഓയിൽ കമ്പനീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ IOCL, BPCL, HPCL, MRPL, ചെന്നൈ പെട്രോളിയം, ഇവർക്ക് വലിയ ഇമ്പാക്റ്റ് വരാനുള്ള ചാൻസ് ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ PSU കമ്പനീസ് ഡയറക്റ്റ് ആയിട്ട് റഷ്യൻ ക്രൂഡ് മേടിക്കുന്നില്ല. കാര്യം കൺട്രി ടു കൺട്രി ചെയ്യുന്നില്ല. കാര്യം റഷ്യ വാറിൽ ഇടപെടുന്നുണ്ട്, അതൊരു ഡിപ്ലോമാറ്റിക് ഭാഗത്ത് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ഓൺഡ് കമ്പനീസ് മേടിക്കുന്നത് ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം നേരിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ആ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ ട്രേഡേഴ്സ്, സിംഗപ്പൂർ ട്രേഡേഴ്സ്, ദുബായിലുള്ളതൊക്കെ ഓയിൽ ട്രേഡിംഗ് കമ്പനികൾ വഴിയാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ റഷ്യയായിട്ട് ബന്ധമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ സ്റ്റേറ്റ് റൺ ഓയിൽ കമ്പനീസിന്, നമ്മൾ ഈ പറഞ്ഞ ഓയിൽ കമ്പനീസിനൊന്നും ഈ ക്രൂഡ് വലിയൊരു കോൺട്രാക്ട് ബേസിസിലില്ല. സ്പോട്ടിൽ നമ്മൾ ടെൻഡർ ചെയ്ത് മേടിക്കണമെന്നേ ഉള്ളൂ. അതായത് നമുക്ക് വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓയിൽ കമ്പനീസിന്, സ്റ്റേറ്റ് റൺ കമ്പനീസിന് വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ റിലയൻസിന് എത്ര കയറിയെന്ന് എനിക്കറിയില്ല. ബട്ട് റിലയൻസിനെ സംബന്ധിച്ച് ലോങ് ടേം കോൺട്രാക്ട് റോസ്നെഫ്റ്റ് ആയിട്ടുണ്ട്. അതായത് 5 lakh barrel per day മേടിക്കാമെന്നുള്ള കോൺട്രാക്ട് റിലയൻസ് വച്ചു എന്നുള്ളതാണ്. റിലയൻസിന്റെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ. അതായത് റിലയൻസിന്റെ ടോട്ടൽ ഓയിൽ ഇമ്പോർട്ടിംഗ് പോർട്ട്ഫോളിയോയിലെ 20-25% റഷ്യൻ റോസ്നെഫ്റ്റ് ഓയിൽ എന്നുള്ളതാണ്. അപ്പോൾ റിലയൻസിന് ശരിക്കും പറഞ്ഞാൽ ഈ സാങ്ഷൻ വന്നതോടുകൂടി ഇത് ഓണർ ചെയ്യാൻ പറ്റില്ല. ഏത് 5 lakhs barrel per day റോസ്നെഫ്റ്റിൻ്റെ നിന്ന് മേടിക്കാന്ന് പറഞ്ഞാൽ റിലയൻസിന് പറ്റുന്ന. അപ്പോൾ റിലയൻസ് എന്ത് ചെയ്യണം? അവരെ പർച്ചേസ് റീകാലിബ്രേറ്റ് ചെയ്യണം. റീകാലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? റഷ്യയിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് കോസ്റ്റ്, അതായത് റഷ്യയായിട്ട് വന്നിട്ടിരിക്കുന്ന കോസ്റ്റിൽ നിന്ന് മാറി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുമ്പോൾ ലോജിസ്റ്റിക് കോസ്റ്റ് ഭയങ്കരമായിട്ട് മാറും. ക്രൂഡ് ഹയർ പ്രൈസിന്, ക്രൂഡ് കയറിയപ്പോൾ ഹയർ പ്രൈസിന് ചിലപ്പോൾ മേടിക്കേണ്ടി വരും. മൂന്നാമത് നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ റിഫൈനറീസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, കൺഫിഗർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹൈ കണ്ടന്റ് സൾഫർ ബേസ്ഡ് ക്രൂഡ് പ്രോസസ് ചെയ്യാനാണ്. എന്നാൽ US പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇനി എന്താ പറയുക റിലയൻസ് മേടിക്കുന്നതെങ്കിൽ ലോ സൾഫർ ബേസ്ഡ് ക്രൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കമ്പാറ്റിബിലിറ്റി ഇഷ്യൂ കൂടെ ഉണ്ടെന്നുള്ള. അപ്പോൾ സാധാരണ ഇപ്പോൾ റിലയൻസിൻ്റെ കേസ് നമുക്ക് നോക്കാം. റിലയൻസിൻ്റെ പ്രോഫിറ്റ് കംപ്ലീറ്റ് ചെയ്ത് റിഫൈൻ ചെയ്യുന്ന മാർജിനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ $1, അതായത് റിഫൈനിങ് മാർജിൻ $1 per barrel ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇബിറ്റ, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 2% റൈസ് ഉണ്ടാവും. നെറ്റ് പ്രോഫിറ്റിൽ 3-4% വരെ റൈസ് ഉണ്ടാവും. എപ്പോൾ? റിഫൈനിങ് മാർജിൻസ് $1 ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ റഷ്യയിൽ നിന്ന് മാറി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എടുക്കാൻ നേരത്ത് റിഫൈനിങ് മാർജിൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറയുമ്പോൾ എന്താണ് ഇമ്പാക്റ്റ് വരാൻ പോണത്? സ്ട്രെയിറ്റ് അവേ റിലയൻസിന് 3000 തൊട്ട് 3500 കോടിയുടെ ഹിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അടിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റിലയൻസിന് ഈ പറയുന്ന പോലെ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ഓയിൽ ടു കെമിക്കൽ ഡിവിഷൻ ജിയോ മാറ്റി വയ്ക്കുന്നു, റീറ്റെയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ
15,000 കോടിയാണ് അവർക്ക് ഈ ഓയിൽ ടു കെമിക്കൽസിൽ നിന്ന് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലെ 3,000 തൊട്ട് 3,500 കോടി വരെ റിലയൻസിന് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം വലിയ ഹിറ്റ്. പക്ഷേ റിലയൻസിന്റെ ഓവറോൾ സ്കീം ഓഫ് തിങ്സിൽ അവരുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50,300 കോടി ആയതുകൊണ്ട് അതിനകത്ത് 3,000-3,500 എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും എന്നുള്ളതാണ്. ബട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് സംബന്ധിച്ചോളം അത് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണെന്നുള്ളത് പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അപ്പോൾ റിലയൻസിന് എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യണത്, അത് ഇന്നലെ അഫക്റ്റ് ചെയ്തു എന്നുള്ള, ഇനിയും അതേപോലെ അഫക്റ്റ് ചെയ്യുമോ, ക്രൂഡ് കയറുന്നതിനനുസരിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞു വെച്ചത്. ഇന്ന് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ടാറ്റയെക്കുറിച്ച് നമ്മളൊരു ടാറ്റയുടെ അതർ ഫേസ് റിവീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പരിപാടി കാണിച്ചല്ലോ. ആ പരിപാടിയിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് കമ്പനി ബിസിനസ് ഉപയോഗിച്ച് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കിട്ടും. പ്രൊമോട്ടറിന് കിട്ടും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് കിട്ടും, DIക്ക് കിട്ടും, നമ്മളെ പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കിട്ടും. ടാറ്റ സൺസിന്, അതായത് പ്രൊമോട്ടറിന് ടാറ്റയ്ക്ക് TCSൽ 72% സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് പ്രൊമോട്ടറിനാണ് എന്നുള്ള സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഡിവിഡൻഡ് എന്താ, ഇറ്റ് ഈസ് എ ലീഗൽ വേ ബൈ വിച്ച് promoters use it at times to siphon off money from the company's balance sheet. Company's balance sheet എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെപ്പോലത്തെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും പൈസ പ്രൊമോട്ടറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഡിവിഡൻഡ് ചില സമയത്ത് ലീഗലി യൂസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ TCSനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം, അല്ലെങ്കിൽ ടാറ്റ സൺസിനെ കുറിച്ചുള്ള അതർ ഫേസ് നമ്മൾ പറഞ്ഞു വെച്ചെന്നാണ്. ദാ ഇപ്പൊ ഇൻഫോസിസ് ഒരു ബൈബാക്ക് നടത്തുന്നു. എത്ര രൂപയ്ക്കെന്നറിയോ? 18,000 കോടിയുടെ ബൈബാക്ക്. അവർ വെച്ചിരിക്കുന്ന പെർ ഷെയർ പ്രൈസ് വെച്ചാൽ 1,800 രൂപ പെർ ഷെയർ ആണെന്നുള്ളത്. അതായത് ബോർഡ് സെപ്റ്റംബർ 11 അത് അപ്രൂവ് ചെയ്തു. അവരെ ഏറ്റവും ലാർജസ്റ്റ് ബൈബാക്ക് ആണ്. എനിക്ക് തോന്നുന്നു 2022 ഇവർ ഇതിനു മുമ്പ് ബൈബാക്ക് നടത്തിയത്. അതെനിക്ക് തോന്നുന്നു 9,300 crores റേസ് ചെയ്തുള്ളൂ. അവർ 1,800 രൂപ പെർ ഷെയർ വന്നെങ്കിലും വെയിറ്റഡ് പ്രൈസ് ബൈബാക്ക് എല്ലാവരും കൂടെ ടെൻഡർ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 1,539 രൂപ പെർ ഷെയർ ആണ് ലാസ്റ്റ് ബൈബാക്ക് നടന്നത്. ഇപ്പോൾ അവർ പറഞ്ഞേക്കണേ 1,800 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിനകത്ത് പറയണതെന്ന് വെച്ചാൽ ഈ ബൈബാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കമ്പനി നമ്മുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് ബൈബാക്ക് ചെയ്യുമ്പോൾ അത്രയും ഷെയർസ് ഇല്ലാതാവാണ്. അതായത് നമ്പർ ഓഫ് ഷെയർസ് ഗെറ്റ്സ് റെഡ്യൂസ്. നമ്പർ ഓഫ് ഷെയർസ് ഗെറ്റ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, EPS ഇൻക്രീസ് ചെയ്യും, ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും. കാര്യം പെർ ഷെയർ എന്നുള്ളതിൻ്റെ അവിടെ നമ്പർ ഓഫ് ഷെയർസ് കുറഞ്ഞു. ആ കുറയുമ്പോൾ EPS കയറുമ്പോൾ അത് സ്റ്റോക്ക് പ്രൈസിന് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇതാണ് ബൈബാക്കിൻ്റെ ഗുണം. TCS ബൈബാക്ക് ചെയ്തത് എന്തിനാണ്? പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് കൂട്ടാനും ആ ക്യാഷ് ഫ്ലോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് തിരിച്ച് ബൈബാക്ക് യൂസ് ചെയ്ത് പ്രൊമോട്ടറിനാണ് ഏറ്റവും ബെനിഫിറ്റ് കിട്ടിയത്. ഇവിടെയാണെങ്കിലോ ഇൻഫോസിസിൽ പ്രൊമോട്ടർ ഫാമിലി എന്ന് പറയുന്ന നാരായണമൂർത്തി ആൻഡ് ഫാമിലി, നന്ദൻ നിലേക്കാനി ആൻഡ് ഫാമിലി, ക്രിസ് ഗോപാലകൃഷ്ണൻ ആൻഡ് ഫാമിലി, ഷിബുലാൽ ആൻഡ് ഫാമിലി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് 14.6% ഹോൾഡിംഗ് ആണ് ഇൻഫോസിസിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. പ്രൊമോട്ടേഴ്സ് പറഞ്ഞു എന്നാ അറിയോ, ഈ 1,800 രൂപ വെച്ച് 18,000 കോടിക്ക് കമ്പനി ബൈബാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രൊമോട്ടേഴ്സ് ടെൻഡർ ചെയ്യുന്നില്ല. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വേണമെങ്കിൽ ടെൻഡർ ചെയ്തോട്ടെ. അതായത് മാക്സിമം സ്പേസ് അവർ റീറ്റെയിൽ ഇൻവെസ്റ്ററിന് കൊടുത്തിട്ട് അവർ മാറി നിൽക്കുകയാണ്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റർ വേണമെങ്കിൽ ക്യാഷ് ഔട്ട് ചെയ്യാം. അതായത് പ്രീമിയത്തിലാണ് ഇത് ചെയ്യുന്നതെന്നുള്ള, അല്ലെ? പ്രീമിയത്തിലാണ് ഇൻഫോസിസ്. എനിക്ക് തോന്നുന്നു എത്ര പ്രീമിയം, 19% പ്രീമിയത്തിലാണ് ഇൻഫോസിസ് ബൈബാക്ക് പറഞ്ഞിരിക്കുന്നത്. ആ ബെനിഫിറ്റ് റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രൊമോട്ടറിന് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ ടെൻഡർ ചെയ്യുന്നില്ല എന്ന് ഇൻഫോസിസിന്റെ ഫാമിലി കംപ്ലീറ്റ് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർ ടെൻഡർ ചെയ്യാത്തതുകൂടി അവർ ഇൻഡയറക്ട്ലി നമ്മുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിരുന്നു, ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ടെൻഡർ ചെയ്യണില്ല, വി വിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ആൻഡ് എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഗ്രോത്ത് ഇൻ ദിസ് ഇൻഫോസിസ് എന്ന് പറയുന്നു. അതേസമയം TCS ആണെങ്കിലോ നേരെ തിരിച്ചാണ് ചെയ്തതെന്നുള്ളത്. ഇതാണ് ആ ഇൻഫോസിസ് മാനേജ്മെന്റ് ഗുണം. ചില സമയത്തുണ്ടല്ലോ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഡിവിഡൻഡ് ഇഷ്ടമേ അല്ല. കമ്പനി ഡിവിഡൻഡ് വെച്ചിരിക്കുന്ന ആ ക്യാഷ് എടുത്തിട്ട് തിരിച്ച് കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ രീതിയിൽ നല്ല കമ്പനിക്ക് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ടെങ്കിലുണ്ടല്ലോ ആ കമ്പനിയുടെ ഏർണിങ്സ് എന്തോരം ഗ്രോ ചെയ്യുന്നറിയോ. ആ ഏർണിങ്സ് ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ പ്രൈസ് എന്തോരം ഇൻക്രീസ് ചെയ്യുന്നറിയോ. 1,000 രൂപ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വരെ നമുക്ക് 100 രൂപ നക്കാപ്പിച്ച ഡിവിഡൻഡ് തന്നിട്ട് പ്രൊമോട്ടർ ഈ പൈസ എടുക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കാണുന്നത്. ഇത് എൻ്റെ വെർഷനാണ്, നിങ്ങൾക്ക് എതിരുള്ള അഭിപ്രായം വരുമായിരിക്കാം. ബട്ട് എൻ്റെ ഒപ്പീനിയനും റെസ്പെക്ട് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയനും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചുണ്ടല്ലോ, ഇവിടെയാണ് ഇൻഫോസിസ് പോലത്തെ ഒരു പ്രൊമോട്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊമോട്ടറിൻ്റെ അടുത്ത് എനിക്ക് സ്നേഹം എന്ന് പറയും. എനിക്ക് ടാറ്റയോട് യാതൊരു വിരോധമില്ല. വൺ ഓഫ് ദ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് ഇൻഫോസിസ്. ഞാൻ അന്നും പറഞ്ഞു, അതായത് 1993 ഇവർ IPO വരുന്നത് 95 രൂപയ്ക്കാണ് ഇവർ IPO വന്നത്. അന്ന് വിഷ്ണു 1000 ഷെയർ 95 രൂപയ്ക്ക് മേടിച്ചിരുന്നെങ്കിൽ, അല്ല 100 ഷെയർ വിഷ്ണു മേടിച്ചിരുന്നെങ്കിൽ വിഷ്ണുവിന് ചിലവ് എത്രയെന്നറിയോ, 9,500 rupees IPO മേടിച്ചത്.
അതായിരുന്നു ഏറ്റവും നല്ല ഐ.ടിയുടെ ഏറ്റവും വലിയ ബൂമായിട്ടുള്ള സമയം. 2000-2001 മുമ്പെയാണ് ഏറ്റവും വലിയ ഐ.ടി ബൂമായിട്ടുള്ള സമയം. ആ സമയത്തുണ്ടല്ലോ, ആ മേടിച്ച ഷെയർസ് ഇന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ ഈ 100 ഷെയർ എത്രയാവുമെന്നറിയോ? സ്പ്ലിറ്റും ബോണസും കഴിഞ്ഞിട്ട് 3 ലക്ഷം ഷെയർ ഉണ്ടാവും. ഈ 3 ലക്ഷം ഷെയർ ഇന്നത്തെ 1500 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിൽ അന്ന് 9500 മേടിച്ച ടോട്ടൽ ഇൻഫോസിസ് ഇന്ന് 45 കോടിയാണ്. ഈ 3 ലക്ഷം ഷെയറിന് വിഷ്ണുവിന് ഒരു കൊല്ലം 1 കോടി 20 ലക്ഷം ഡിവിഡൻഡും കിട്ടിയാണ്. റൈറ്റ്? അതെന്തുകൊണ്ടാ? 93 അവർ ലിസ്റ്റ് ചെയ്ത് ഈ എൻറ്റയർ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സ്റ്റോറിയുടെ ബെനിഫിറ്റ് നമ്മളെ പോലത്തെ റീറ്റെയിൽ ഷെയർ ഹോൾഡറിന് കിട്ടിയപ്പോൾ ഇത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള. ടാറ്റ ഉണ്ടല്ലോ, ആ സമയത്തൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല TCS. അവർ ലിസ്റ്റ് ചെയ്ത് എല്ലാ ഗ്രോത്തും കഴിഞ്ഞ് IT ബബിളിലെല്ലാം പൊളിഞ്ഞതിന് ശേഷം 2004 അവർ ലിസ്റ്റ് ചെയ്തതെന്നുള്ളത്. ഇപ്പോഴും ടാറ്റയുടെ കീഴിൽ എന്തെല്ലാം കമ്പനികളുണ്ട് ലിസ്റ്റ് ചെയ്യാത്ത? സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ് അവർ ചെയ്തിട്ടില്ല. ഐഫോൺ ഉണ്ടാക്കി, വിൻസ്ട്രോണിന്റെ പ്ലാന്റ് ഐഫോൺ ഉണ്ടാക്കി ആപ്പിളിന് US അയക്കുന്നത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഗ്രോത്തിന്റെ ഏറ്റവും വലിയ സമയമാണ്. ഈ കോവിഡിന് ശേഷം ഡിക്സൺ ക്രിയേറ്റ് ചെയ്ത വെൽത്ത് എത്രയെന്ന് നമുക്ക് അറിയാലോ. ആ സമയത്ത് ടാറ്റ കമ്പനിയായിരുന്നു സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, ഐഫോൺസ് മാനുഫാക്ചറിംഗിൽ ടാറ്റ കമ്പനിയാണ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡിക്സണേക്കാളും 2 മടങ്ങ് കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടിയാണ്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ഒന്നും ടാറ്റ കമ്പനീസ് നമുക്ക് തന്നിട്ടില്ല എന്നുള്ള. അതുകൊണ്ട് ടാറ്റാസിന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ മറ്റൊരു വശമുണ്ട്, മോശം വശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേറൊരു വശം ഉള്ളതെന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പല എപ്പിസോഡിൽ കൂടെയും നമ്മൾ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓയിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണം. ഈ ഓയിലിന്റെ മൂവ്മെന്റ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. മോർ ദാൻ ടാരിഫ്, നിഫ്റ്റി ലെവലിൽ ടാരിഫ് ഡ്രൈവ് ചെയ്യണത് കൂടുതലും മിഡ് ക്യാപ്, സ്മോൾ മീഡിയം എന്റർപ്രൈസ് ലെവലിലാണെന്നുള്ളത് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് അടുത്തൊരു വിപണിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് പ്രേക്ഷകർക്കായിട്ട് ഏത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് സ്പോട്ട്ലൈറ്റ് ബിസിനസ് ആണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ഇതിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഇന്ന് ഏതാണ്ട് 4% അപ്പാണെന്ന് വിഷ്ണു റിപ്പോർട്ട് ചെയ്തല്ലോ. ഈ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റിൽ ഇതേപോലെ നമ്മൾ ഇതേ സീറ്റിൽ ഇരുന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ പറയാൻ കാരണം എന്നറിയോ, മാനേജ്മെന്റ് തന്നെ, അതായത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം നടന്നിട്ട് അവിടെ നിന്നാണ് മാനേജ്മെൻറ്റിനെ നമ്മൾ കോട്ട് ചെയ്ത് സ്പോട്ട്ലൈറ്റിലേക്ക് ആ ബിസിനസ് കൊണ്ടുവന്നത്. അന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കമ്മോഡിറ്റി ആൻഡ് മെറ്റൽ കമ്പനീസ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സായി ഞങ്ങൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ബിസിനസ്സിനെ. അതായത് ഹിൻഡാൽകോ പറഞ്ഞ എന്താ, ഞങ്ങളുടെ ഇൻപുട്ട് കമ്മോഡിറ്റി ആണെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി വളരെ നല്ല പ്രൈസിങ് പവറുള്ള പ്രോഡക്റ്റ് ആക്കിയിട്ട് ഒരു കമ്മോഡിറ്റി കമ്പനിയല്ല, ഞങ്ങൾ കൺസ്യൂമർ കമ്പനിയാണ്, ഞങ്ങളെ അങ്ങനെ വാല്യൂ ചെയ്യണം. ഉദാഹരണത്തിന് ഹിൻഡാൽകോ റൂഫിംഗ് ഷീറ്റ്. നമ്മൾ റൂഫിംഗ് ഷീറ്റ് മേടിക്കാൻ പോകുമ്പോൾ ഒരിക്കലും ഈ അലൂമിനിയം പ്രൈസ് നോക്കിയിട്ടല്ല മേടിക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ വില എന്നുള്ള രീതി അത് കുറഞ്ഞു വരുന്നില്ല. അലൂമിനിയത്തിൻ്റെ വില കുറഞ്ഞാലും റൂഫിംഗ് ഷീറ്റിൻ്റെ വില ഭയങ്കരമായിട്ട് കുറയുന്നില്ല. അപ്പോൾ കമ്മോഡിറ്റിയെ കൺവേർട്ട് ചെയ്ത്, മെറ്റലിനെ കൺവേർട്ട് ചെയ്ത് ഹൈ വാല്യൂ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതാണ് ഞങ്ങളുടെ ബിസിനസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൺസ്യൂമർ കമ്പനിയുടെ വാല്യുവേഷൻ വേണമെന്ന് ഏതാണ്ട് 4-5 മാസം മുമ്പേ ഹിൻഡാൽകോ മാനേജ്മെൻ്റ് ആണ് അത് പറഞ്ഞത്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ന്യൂസ് എടുത്തിട്ടാണ് ഞങ്ങൾ സ്പോട്ട്ലൈറ്റ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 600 രൂപയിൽ താഴെ എങ്ങാണ്ടായിരുന്നു ഈ ഹിൻഡാൽകോ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പനി മാനേജ്മെൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് നമ്മൾ പറയാനുള്ള കാര്യം. ഇപ്പോൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിത് നേരത്തെ പറയുകയും ചെയ്തു, അതായത് RBIയുടെ ഒരു ഡിസിഷൻ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അറിയാലോ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ അസറ്റ് ക്ലാസ് ആണ്. അതായത് ഏതൊരു ഇന്ത്യൻ്റെയും ഏറ്റവും വലിയ ഡ്രീം സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് ഇന്ത്യൻസ് എല്ലാവരും കൺസിഡർ ചെയ്യണത് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു വീട് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത്. അതങ്ങനെ തന്നെ നോട്ടെ, നമ്മളവിടെ തർക്കത്തിനും വേറെ ഒന്നിനും പോകുന്നില്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മെൻറ്റാലിറ്റിയിൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്നാൽ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് നമുക്ക് മേടിക്കാനായിട്ട് ബാങ്കുകളും NBFCയും നല്ല രീതിയിൽ നമുക്ക് ലോൺ തരും. കാരണം എന്താ, നമ്മളൊരു വീടൊക്കെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ നേരത്ത് അതിൻ്റെ കൊളാട്രൽ എന്ന് പറയുന്നത് വീട് തന്നെയാണ്. അതുകൊണ്ട് ബാങ്കിനെ സംബന്ധിച്ച് വളരെ സേഫാണ് ആ വക കാര്യങ്ങളിൽ. അതുമാത്രമല്ല, നമ്മൾ സാധാരണ അവർ ലോൺ കൊടുക്കുന്നത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതിന് ലോൺ കേപ്പബിലിറ്റി, എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ സാലറീഡ് എംപ്ലോയീസിൻ്റെ മാസ ശമ്പളത്തിൽ നിന്ന് EMI അടഞ്ഞു പോകുന്നുള്ളത്. അതുമാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ഈ ഹോം ലോൺ ബോറോവർ ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈസിയാണ്. കാര്യം പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് ആ അസറ്റ് തന്നെയാണ്, റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. ബാങ്കിന് ലിക്വിഡേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പം തന്നെ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ലോണും ഗോൾഡ് ലോണും ഒക്കെ ബാങ്ക്സും
NBFC ഒക്കെ നന്നായിട്ട് കൊടുക്കും. ബട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക്, ഇത് കൺസ്യൂമറിനാണ് കൊടുക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് ബാങ്ക്സ് ലോൺ കൊടുക്കുന്നത് വളരെ ആലോചിച്ചിട്ടാണെന്നുള്ളത്. ഇപ്പോൾ എസ്പെഷ്യലി ILFSന്റെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് അതേ രീതിയിൽ കൊടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അറിയോ, ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണെന്ന് ഇരിക്കുക, അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. ഒന്നാമത് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു റിസ്ക് ആണ്. പിന്നെ ഈ അപ്രൂവലൊക്കെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടുന്നത് വളരെ ഡിലേഡ് ആവും. ലാൻഡിൻ്റെ പേപ്പേഴ്സിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്, റെഗുലേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് പ്രോജക്റ്റിന് റിസ്ക് ഉണ്ടെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പല റിയൽ എസ്റ്റേറ്റ് കമ്പനി, ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പല റിയൽ എസ്റ്റേറ്റ് കമ്പനിയും മൂക്കുമുട്ട കടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കമ്പനി പൂട്ടിപ്പോകുമോ എന്നുള്ള പേടി. പിന്നെ രണ്ടാമത് ഈ ഉണ്ടെങ്കിൽ തന്നെ കമ്പനികളുടെ ബാലൻസ് ഷീറ്റിന്, അതായത് ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് ബാങ്ക് പോലും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനെ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യണം അവരെ കാണുന്നത്. ഷെയ്ഡി ബാലൻസ് ഷീറ്റാണ്. പിന്നെ അത് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി ആണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹോം ലോൺ വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് അധികം വരില്ല. അപ്പോൾ ഒരു സൈക്ലിക്കൽ നേച്ചറും കൂടെ റിയൽ എസ്റ്റേറ്റിനുണ്ട്. അപ്പോൾ ബാങ്ക്സ് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് കൊടുക്കാറില്ല, എന്നാൽ റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമറിന് വളരെ കൊടുക്കാറുണ്ടെന്നാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്നവർ എവിടെ നിന്നാണ് അവർ ക്യാഷ് കൂടുതലും ഒരു ഫ്ലാറ്റ് പണിയുന്നവരെടുക്കുന്നത്? ഒന്നാമത് അവർ ചെയ്യുന്നത് നല്ല ലാൻഡുള്ള ആൾക്കാരായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിന് പോകും. എന്നിട്ട് പറയും, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ ഉപയോഗിക്കുന്നു, ഞങ്ങൾ അതിൽ 14 നില 15 നിലയൊക്കെ കിട്ടുന്നു, നിങ്ങളുടെ സ്ഥലത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു 5-6 ഫ്ലാറ്റ് ഞങ്ങൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് തരുന്നു. അത് ഒരു രീതി. രണ്ടാമത്തെ രീതിയിൽ എന്താ, ഇവർ പ്രൈവറ്റ് ഇക്വിറ്റിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നു. ഈ പ്രൈവറ്റ് ഇക്വിറ്റിയുടെ നിന്ന് ഫണ്ട് റേസ് ചെയ്താണ് ഇവർ മുന്നോട്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഡെവലപ്പേഴ്സ് മുന്നോട്ട് പോകണമെന്നില്ല. ഇന്ത്യയാണെങ്കിൽ FDIയുടെ കാര്യത്തിൽ 6th ലാർജസ്റ്റ് FDI റിസീവ് ചെയ്യണ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. 2000 തൊട്ട് 2025 വരെ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് നല്ല രീതിയിൽ FDI അട്രാക്ട് ചെയ്തെങ്കിലും നമുക്ക് വന്നിരിക്കുന്ന FDI കംപ്ലീറ്റ് കൺസ്ട്രക്ഷനിലാണ്. സ്ഥലം മേടിക്കുന്നതിലോ സ്ഥലം ട്രേഡ് ചെയ്യുന്നതിലോ FDI വന്നിട്ടേ ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് FDI റിയൽ എസ്റ്റേറ്റിൽ FDI പെർമിറ്റ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷനിൽ മാത്രമേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റ് മേടിക്കാനോ ട്രേഡ് ചെയ്യാനോ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ FDI ഇന്ത്യൻ ഗവൺമെൻറ് അത് അനുവദിക്കുന്നില്ല. കാര്യം ഒന്നാമത് ഇതൊരു വളരെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അതുപോലെ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ FDI ചെയ്യുന്നത് ആ FDI ചെയ്തിട്ട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, എക്കണോമിക്ക് ഒരു വാല്യൂ അഡീഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഈ ലാൻഡ് ട്രേഡിങ്ങിലൊന്നും എക്കണോമിക്ക് വലിയ ഇമ്പാക്റ്റ് ഇല്ല, വിൽക്കണവനും മേടിക്കണവനും മാത്രമേ അതിനകത്ത് ഗുണം കിട്ടുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതല്ല. അപ്പോൾ ഇപ്പോൾ RBI ഒരു ലാൻഡ് മാർക്ക് പ്രപ്പോസലായിട്ടാണ് വന്നത്. ലാൻഡ് മാർക്ക് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇൻഡസ്ട്രിയുടെ ആവശ്യമായിരുന്നു ഇത്. RBI അതൊരു ഡ്രാഫ്റ്റ് പേപ്പർ ആക്കി നിൽക്കുന്നു. അത് ഒറിജിനൽ ഇതായിട്ട് വന്നിട്ടില്ല, ബട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് RBI പ്രപ്പോസൽ എന്തെന്ന് വെച്ചാൽ ഈ റിയൽ എസ്റ്റേറ്റിന് എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ് അല്ലെങ്കിൽ ECB ഫണ്ട് സ്വീകരിക്കാം. ECB ഫണ്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന്, അത് പല ഫോറിൻ കമ്പനികളിൽ നിന്ന് ECB ആയിട്ട് നമുക്ക് പൈസ റേസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് പുറത്ത് പോയി ഇപ്പോൾ FDI എന്ന് പറയുമ്പോൾ FDI ഇന്ത്യക്കകത്ത് വന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് FDI ഫണ്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ECB എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് പുറത്തോട്ട് പോയിട്ട് നമുക്ക് എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ് നടത്താം. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഫോറിൻ കറൻസിയിലാണ് നമ്മൾ ഇത് റേസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ പലയിടത്തും ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. ഇന്ത്യയുടെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ലോണിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവ്. അപ്പോൾ നമുക്കൊരു ലോ കോസ്റ്റ് ഫണ്ടിങ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസിന് കിട്ടും എന്നുള്ള ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, കുറച്ചുകൂടെ ലാർജർ ഫണ്ട് കിട്ടും. കാര്യം അവിടെയൊക്കെ വലിയ ഇൻവെസ്റ്റേഴ്സാണ്, അതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ നമുക്ക് ലാർജർ ഫണ്ട് കിട്ടും. മൂന്നാമത്, ഇതിൻ്റെ റീപേയ്മെൻറ്റ് ലോങ്കറാണ്, വളരെ ചുരുക്കിയല്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും കുറവാണ്, ലോങ്ങർ പീരീഡും കൂടെ ആകുമ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനീസിന് അത് വളരെ ബെനിഫിറ്റാണ്, പ്രോജക്റ്റ് ഡെവലപ്പേഴ്സിന്. പിന്നെ ഈ ECB റേസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവരുടെ ഈ ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ECB റേസ് ചെയ്യാനായിട്ട് ഒരു അഡീഷണൽ ഫണ്ട് എടുക്കുന്നു എന്നേ ഉള്ളൂ. അതും ലോ കോസ്റ്റ് ഫണ്ടിങ് ആണ് എന്നുള്ളത് പ്രശ്നമില്ല. അതുമാത്രമല്ല, ഈ ECB എടുക്കുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഡെവലപ്പേഴ്സിൻ്റെ ഗുണം വെച്ചാൽ പല രാജ്യങ്ങൾ ഇപ്പോൾ 1000 കോടി വേണമെങ്കിൽ 100 കോടി ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിൽ 100 കോടി, അങ്ങനെ പല ഇൻട്രസ്റ്റ് റേറ്റിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് നമുക്ക് എടുക്കാമെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അത് മാത്രമല്ല, ഈ കമ്പനി ഫോറിൻ കറൻസിയിലാണല്ലോ ECB റേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെഷീനറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സോ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ കറൻസിയിൽ അവിടെ പൈസ കൊടുത്തിട്ട് നമുക്കിത് കൊണ്ടുവരാം. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ലോസ് ഒന്നും നമ്മൾ ഇവിടുന്ന് പൈസ അയച്ച് മേടിക്കുമ്പോൾ ഒരു എക്സ്ചേഞ്ച് റേറ്റിന് വരുന്ന വ്യതിയാനങ്ങളൊന്നും അതിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ടേംസിൽ പൈസ കിട്ടും എന്നുള്ള. അപ്പോൾ ECB പൈസ ഉപയോഗിച്ച് നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിന് കൺസ്ട്രക്ഷൻ മാത്രമല്ല
ലാൻഡും ബൈ ചെയ്യാം. FDIക്ക് ആണെങ്കിൽ മാത്രം, അതായത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ഗവൺമെൻറ് നോംസ് പ്രകാരം വരുന്ന FDI ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ലാൻഡ് ട്രേഡിംഗ് നടത്താൻ പറ്റില്ല. പക്ഷേ ECBക്ക് അങ്ങനെയില്ല, ലാൻഡ് ട്രേഡിംഗ് നടത്താം, കൺസ്ട്രക്ഷൻ നടത്താം എന്നുള്ളത് വളരെ നല്ല കാര്യം. അപ്പോൾ ബാങ്ക് ഇടപെടാത്ത ഒരു സ്പേസിലേക്കാണ് അത് കിട്ടുന്നത് എന്നുള്ളത്. ഇതൊരു RBI സംബന്ധിച്ച് ഒരു ഡ്രാഫ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗെയിം ചേഞ്ചറാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്, ഇവിടെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ടല്ലോ, നമുക്കറിയാം. DLF, ലോദ, പ്രസ്റ്റിജ്, ബ്രിഗേഡ്, മാക്രോടെക്, ഇഷ്ടമരി, ഞാൻ ചിലത് ഓബറോയ് റിയാലിറ്റി, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഒരുപാട് കമ്പനികൾ ലിസ്റ്റഡ് ആണ്. നമ്മൾ ലിസ്റ്റഡ് സ്പേസ് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ബട്ട് ഇവർക്കൊക്കെ ബെനിഫിറ്റ് ആവുമെങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ ECB ഒക്കെ വരുമ്പോൾ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സും പുറത്തുനിന്നുള്ള ഫണ്ടും ഒക്കെ വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇന്ത്യയിൽ വിശ്വസിക്കാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനേ താല്പര്യപ്പെടുള്ളൂ. കാര്യം ഇന്ത്യ പൊതുവേ റിസ്കി ആണെന്നാണ് പൊതുവെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ക്രെഡിബിലിറ്റി ഉള്ളതായിരിക്കണം. രണ്ടാമത് സ്ട്രോങ് ആൻഡ് ക്ലീൻ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത് അവരിൽ FDI എലിജിബിൾ പ്രോജക്റ്റ് ഉണ്ടാവണം. FDI എലിജിബിൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൺസ്ട്രക്ഷൻ FDI എലിജിബിൾ എന്ന് പറഞ്ഞാൽ, FDI എലിജിബിൾ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സാധാരണ അത് വെച്ചിട്ടേ ഒന്നില്ലെങ്കിൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. അതിനെയാണ് നമ്മൾ FDI എലിജിബിൾ കാറ്റഗറി എന്ന്. അങ്ങനത്തെ പ്രോജക്റ്റ് കൂടുതൽ ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും അവർ കൂടുതൽ വിശ്വസിക്കുക എന്നുള്ളത്. പിന്നെ പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷൻ റിസ്ക് ഒക്കെ കംപ്ലീറ്റ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നല്ല കമ്പനീസിലായിരിക്കാം കൂടുതൽ ECB മണി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഇന്ത്യയിലുള്ളപ്പോൾ അതിൽ മിക്ക കമ്പനികൾക്കും ECB കൊണ്ട് ബെനിഫിറ്റ് ചെയ്യണമെങ്കിലും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അനുസരിച്ച് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു ബിസിനസ്സാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ഞാൻ നോക്കിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടും ബാലൻസ് ഷീറ്റ് പരമായിട്ടും ഫണ്ടമെൻ്റൽ പരമായിട്ടും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. ഇത് നമ്മൾ പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല ബാലൻസ് ഷീറ്റും നല്ല ക്ലീൻ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ മാനേജ്മെൻറ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഈസ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്നുള്ള. അപ്പോൾ ആ ഗോദ്രേജ് പ്രോപ്പർട്ടീസാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ബ്രാൻഡാണ്, ട്രസ്റ്റ് ഫാക്ടർ നല്ലോണം ഉണ്ട്, ലാർജ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോജക്റ്റ് ആണ്. അതായത് പാൻ ഇന്ത്യ പ്രസൻസ്. ഇപ്പോൾ അവരെ നോക്കുകയാണെങ്കിൽ മുംബൈ ഉണ്ട്, NCR നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഉണ്ട്, പൂനെ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, ഇൻഡോർ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, ചെന്നൈ ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ട്. പിന്നെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ്. പല റിയൽ എസ്റ്റേറ്റ് കമ്പനി നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് ഹെവി ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ലോവർ ഡെപ്റ്റാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്നുള്ള വലിയ കാര്യം. രണ്ടാമത് ഇവർക്ക് ഓൾറെഡി കുറച്ച് ഫോറിൻ പാർട്ട്നേഴ്സ് ഇവരുടെ കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ GIC, സിംഗപ്പൂർ, APG പോലുള്ള നല്ല ബ്രാൻഡ് നെയിംസ് ഇവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ECB മണി കുറച്ചുകൂടി അവർക്ക് കംഫർട്ട് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവർക്ക് ഒരുപാട് FDI എലിജിബിൾ പ്രോജക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട്, അതായത് ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന, അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് FDI എലിജിബിൾ പ്രോജക്റ്റ് ഉണ്ടെന്നുള്ളത്. അതായത് നമ്മൾ നോക്കാം, ഇപ്പോൾ കമേഴ്ഷ്യൽ ബിസിനസ് ഒക്കെ ഒരു FDI എലിജിബിൾ ആണ്. അതായത് ഓഫീസസ്, ഹോട്ടൽസ്, റിസോർട്ട്, കൺവെൻഷൻ സെൻറ്റർ, വെയർഹൗസസ്, ലോജിസ്റ്റിക്സ് ഹബ്സ്, കോൾഡ് സ്റ്റോറേജ്, സ്മാർട്ട് സിറ്റി, അഫോർഡബിൾ ഹൗസിംഗ്, ഇതെല്ലാം നല്ല രീതിയിൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണെന്നുള്ള. അപ്പോൾ ഈ FDI നോൺ എലിജിബിൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെ പ്രോജക്റ്റാണെന്നറിയോ? ഇപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റാണ് നമ്മൾ പറഞ്ഞത്. നോൺ എലിജിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാൻഡ് ട്രേഡിംഗ്, ഫാം ഹൗസ്, അഗ്രികൾച്ചർ ലാൻഡ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കിംഗ്, ഇതിനൊന്നും വലിയ ഒരു എന്താ പറയുക FDI നോൺ എലിജിബിൾ സെക്ടേഴ്സ് ആണെന്നല്ല. ഇപ്പോൾ FDI എലിജിബിലിറ്റി വരുമ്പോൾ ആ FDI എലിജിബിലിറ്റി വരുന്ന ക്രൈറ്റീരിയൻ എന്താണെന്നറിയോ? നമ്മളൊരു മിനിമം ഏരിയ 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. ഏതാണ്ട് മിനിമം ക്യാപിറ്റലൈസേഷൻ $5 മില്യൺ ആയിരിക്കണം. അന്നിങ്ങനെ പല മാനദണ്ഡങ്ങൾ അതിനകത്ത് FDI എലിജിബിലിറ്റിക്ക് വരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് നല്ല FDI എലിജിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. FY25 അവർ നോക്കുകയാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 1400 കോടിയാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 7484 കോടി നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ട്. നെറ്റ് ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.19%. മറ്റുള്ള കമ്പനീസൊക്കെ ഡെപ്റ്റ് ഹെവി ആകുമ്പോൾ ഇവർക്ക് 0.19 ആണ് ഇവരെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അവരുടെ മാർക്കറ്റ് പ്രൈസ് 2277 രൂപയായിരുന്നു. ഞാൻ ഇന്നലെ ഇത് എഴുതാൻ നേരത്ത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 68,585 കോടി. ഒരു നെഗറ്റീവ് മാത്രമെന്ന് വെച്ചാൽ നമ്മളിതൊരു ബിസിനസ്സായിട്ട് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് വളരെ
കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യം വെച്ചാൽ എന്തുകൊണ്ടോ ഈ കമ്പനിയുടെ ട്രസ്റ്റ് ഫാക്ടർ കൊണ്ടും ഈ കമ്പനി കമ്പാരിറ്റീവ് ബേസിസിൽ മറ്റുള്ള കമ്പനിയെക്കാളും ബെറ്റർ ആയതുകൊണ്ടും മാർക്കറ്റ് ഇതിനൊരു പ്രീമിയം വാല്യുവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് ബുക്ക് വാല്യൂയുടെ 4 ടൈംസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹയർ വാല്യുവേഷനാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ചെറിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം. പക്ഷേ ബിസിനസ് എന്നുള്ള രീതിയിൽ ഈ ECB നോംസ് RBI ഓക്കെ ആക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് ട്രസ്റ്റഡ് ആയിട്ടും സിൻസിയറായിട്ടും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗോദ്രേജ് മാനേജ്മെൻറ്റ് കീഴിലുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ് ലിസ്റ്റഡ് സെഗ്മെൻറ്റിൽ നിന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇതൊരു സോളിസിറ്റേഷനോ അഡ്വൈസോ റെക്കമെൻഡേഷനോ ആയിട്ട് നിങ്ങൾ കണക്കാക്കാതിരിക്കുക. ഇതൊരു അക്കാഡമിക് പർപ്പസിന് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇത് അവതരിപ്പിച്ച് നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ അഡ്വൈസിൽ മാത്രം നടത്തി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് ഷോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വിഷ്ണു, ഏതായാലും സാറ് പറഞ്ഞ പോലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളൊക്കെ തന്നെ നിങ്ങളൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം എടുക്കുക. അതിനുശേഷം നിങ്ങൾ പഠിച്ചതിന് ശേഷം രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഉള്ളവരുടെയൊക്കെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഏതായാലും വിപണിയെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോഴൊന്നും എടുത്ത് പറയേണ്ടത് ഒരു കാര്യമായൊരു ഡയറക്ഷൻ ഒന്നും നൽകാതെയുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴൊരു കൃത്യമായൊരു ഇടിവിലേക്ക് മാർക്കറ്റ് നീങ്ങിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നടക്കുന്നത്. 0.26% ഇടിവിൽ 25,825 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50യിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് അടുത്ത മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.